വിപിൻ സർ, സാറിനെ വളരെ ഹാർദവമായി നമ്മളുടെ ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പൊ എന്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു പലപ്പോഴും പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം, ഈ ക്ലാസ്സുകളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവണം. നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എൽഡർലി കെയറിന്റെ നാഷണൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ ആ എൽഡർലി പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച്, എൽഡർലി പ്രോഗ്രാമിനെ കുറിച്ച്, എന്താണ് എൽഡർലി കെയറിനെ കുറിച്ചും ഒരു ചെറിയ സെഷൻ. കാരണം പ്രോഗ്രാം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറിംഗ് സെഷനാണ്. തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയേണ്ടതായിട്ട്. എന്തുകൊണ്ട് എൽഡർലി കെയർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. എന്റെ പേര് ഡോക്ടർ ബിപിൻ ഗോപാൽ, അസിസ്റ്റന്റ് ഡയറക്ടർ DHSലെ NCD കൺട്രോൾ പ്രോഗ്രാമിന്റെയും എൽഡർലി കെയർ പ്രോഗ്രാമിന്റെയും സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ്. അപ്പോൾ എന്താണ് നമ്മുടെ കേരളം? ഇതാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ 3,38,00,000 ആൾക്കാരുള്ള ഒരു സംസ്ഥാനം, പുരുഷന്മാരുടെ പോപ്പുലേഷനേക്കാളും സ്ത്രീകളുടെ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് ഫീമെയിൽ ലിറ്ററസി ഈസ് വെരി ഹൈ ഇൻ കേരള കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കുറവ് IMR ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള ഒരു ബഹുമതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, സിംഗിൾ ഡിജിറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് MMR ഉള്ള ഒരു സംസ്ഥാനം. അതുപോലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള സംസ്ഥാനവും കേരളമാണ്. 74.6 നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, ഓൾമോസ്റ്റ് 75 years. പുരുഷന്മാരുടേത് 73, സ്ത്രീകളുടേത് 76 വയസ്സുമാണ്. അപ്പൊ ഇത്രയും ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഒരു എൽഡർലി കെയർ പ്രോഗ്രാം? നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, നമുക്ക് ഒരു എൽഡർലി കെയർ പ്രോഗ്രാമിന്റെ ആവശ്യകത ഉണ്ടോ? നമുക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ രൂപവും ഭാവവും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ കൂടുതൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ കുറഞ്ഞൊരു ആറ്റം ഫാമിലിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അച്ഛൻ, അമ്മ, 2 മക്കൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ മാത്രമായിട്ട് താമസിക്കുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ കൊറോണ കെയറിന്റെ ഒരു എൽഡർലി കോളിന് വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം 2 ലക്ഷത്തിൽ പരം ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന എൽഡർലിയാണ്. അതായത് സ്പൗസ് പോലും ഇല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതുപോലെ തന്നെ എൽഡർലി ആൾക്കാരോടുള്ള ക്രൂരത നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ്. അവരോടുള്ള അവഗണന കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം, നമുക്ക് കുറച്ചു നാൾ മുമ്പ് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ വായിച്ച കുറെ വാർത്തകളുണ്ട്. ഒരു അമ്മയെ അന്വേഷിച്ച് അമേരിക്കയിലുള്ള മകൻ പൂനെയില് ഫ്ലാറ്റിൽ വന്നപ്പോഴത്തേക്കും അമ്മയുടെ അസ്ഥികൂടമാണ് അവിടെ കാണുന്നത്. ഇനി പൂനെ വരെ പോകുന്നത് നമ്മുടെ കൊച്ചു ആലപ്പുഴയിൽ തന്നെ ഒരു ഡോക്ടറുടെ അമ്മ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ നമ്മുടെ പല അമ്പലങ്ങളും ക്ഷേത്രങ്ങളിലും ഒക്കെ വയസ്സായ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവസ്ഥ, അവരുടെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ നമ്മളൊരു സോഷ്യലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എൽഡർലി കെയർ, എൽഡർലി ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മറ്റു മെക്കാനിസംസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ മുമ്പ് തന്നെ കേരളത്തിൽ നമ്മൾ ഒരു എൽഡർലി കെയർ ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബസ്സുകളിൽ 2 സീറ്റ് വയസ്സായ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോ ക്യൂ സിസ്റ്റം ഹോസ്പിറ്റലുകളിൽ വേണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വളരെ മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. നമ്മൾ മെഡിക്കലി നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഡിഫറൻസ് ഡസ് ആൻ എൽഡർലി മെഡിക്കൽ കെയർ ഹാവ് വിത്ത് ജനറൽ മെഡിസിൻ? നോക്കിക്കഴിഞ്ഞാൽ എൽഡർലി ആൾക്കാരുടെയും ജനറൽ മെഡിസിനിലുള്ള ട്രീറ്റ്മെന്റും എല്ലാം സെയിം ആണ്. പിന്നെ നമുക്കൊരു എൽഡർലി കെയർ മെഡിസിന്റെ ആവശ്യകത ഉണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അതിന്റെ ഒരു ഉത്തരമാണ് നമുക്ക് എൽഡർലി കെയർ എന്താണെന്നുള്ള ഡെഫിനിഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എൽഡർലി കെയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മെഡിസിൻ. അവിടെ ഇറ്റ് ഈസ് എ കെയർ ഓഫ് ദ മെഡിക്കൽ, ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ഓഫ് എൽഡർലി പീപ്പിൾ. അപ്പൊ ഇതെല്ലാ കമ്പോണന്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എൽഡർലി കെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. മെഡിക്കൽ കാര്യങ്ങൾ കൊണ്ട് മാത്രം അത് അവിടെ തീർന്നിട്ടില്ല. അവരുടെ ഫിസിക്കൽ നീഡ്സ് നമ്മൾ നോക്കണം, സോഷ്യൽ നീഡ്സ് നമുക്ക് നോക്കണം, സൈക്കോളജിക്കൽ നീഡ്സ് നോക്കണം, ഇമോഷണൽ നീഡ്സ് നോക്കണം.
ഇതൊക്കെ കൂടി ചേരുമ്പോൾ മാത്രമേ അത് എൽഡർലി കെയർ ആയി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൽഡർലി കെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ക്യൂർ. ഒരാളിനെ ചികിത്സിപ്പിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേപ്പിച്ച് ഓടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കെയർ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിൽ തുടങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലോട്ട് പോവാം. എന്താണ് ഏജിങ്? ഏജിങ് നമ്മൾ പറയുമ്പോഴത്തേക്കും സർക്കാർ ഒരു ഏജ് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എൽഡർലിയാണ്. യഥാർത്ഥത്തിൽ 60 വയസ്സാണോ നമ്മുടെ ഏജ്? അപ്പൊ എന്താണ് ഏജിങ്? മമ്മൂട്ടിയുടെ 70ാമത്തെ പിറന്നാള് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. 70 വയസ്സുള്ള മമ്മൂട്ടിയെ കണ്ടാലും പിന്നെ 40കളുടെ അവസാനങ്ങൾ നിൽക്കുന്ന എന്നെ കണ്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട്? മമ്മൂട്ടി ഇപ്പോഴും വളരെ ചെറുപ്പമാണ്. അപ്പൊ ആ ചെറുപ്പം വെച്ച് പുള്ളിയുടെ സ്കിൻ ടെക്സ്ചർ വെച്ചിട്ട് നമുക്ക് പുള്ളിക്ക് ഏജിങ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോ ഏജിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോസസ്സാണ്. അത് മോളിക്കുലർ ലെവലിൽ നടക്കുന്നുണ്ട്, അത് സെല്ലുലർ ലെവലിൽ നടക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ലെവലിൽ നടക്കുന്നുണ്ട്, മോർഫോളജിക്കൽ ലെവലിൽ നടക്കുന്നുണ്ട്, ക്രോണോളജിക്കലി നമ്മുടെ ഏജ് കൂടുന്നുണ്ട്, സോഷ്യലി നമ്മുടെ ഏജ് കൂടുന്നുണ്ട്, ബിഹേവിയറിൽ നമ്മുടെ ഏജ് കൂടുന്നുണ്ട്. ഓരോ പ്രായം കഴിയും തോറും നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും എല്ലാ കോശങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരു പൊളിറ്റീഷ്യന്റെ ഏജ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ ഏജ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ 60 വയസ്സിനും 70 വയസ്സിനും 80 വയസ്സിനും ചിലത് 90 വയസ്സിന് മുകളിലാണ്. അവരൊക്കെ ഇപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ 50 വയസ്സാകുമ്പോഴേ നമ്മൾ റിട്ടയർമെന്റ് മൂഡിലേക്ക് മാറിക്കഴിയുക. അപ്പൊ എവിടെയാണ് ഏജിങ് നടക്കുന്നത്? ഏജിങ് നടക്കുന്നത് പല സിസ്റ്റത്തിലാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആണെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ പെൻഷനായിട്ട് വീട്ടിൽ ഇരിക്കുക. ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ 55ാമത്തെ 56ാമത്തെ വയസ്സിലാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വയസ്സായി കഴിഞ്ഞു, നിങ്ങൾ വീട്ടിലിരിക്കുക. അപ്പം ഇതിന്റെയൊക്കെ എവിടേക്കോ ഏജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാ ലെവലിലും ഏജിങ് നടക്കുന്നുണ്ട്. ബിഹേവിയറൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ നമ്മൾ 16 വയസ്സിൽ ചിന്തിച്ചപ്പോൾ ഉള്ള പോലെ അല്ല നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏജ് കൊണ്ട് തന്നെ നമ്മുടെ വയസ്സ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളിലും മാറ്റം വരികയാണ്. നമ്മൾ ചിന്തിച്ച ഒരേ കാര്യം തന്നെ നമ്മുടെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും നമ്മുടെ മിഡിൽ ഏജ് ഗ്രൂപ്പിലും നമ്മുടെ എൽഡർലി ഗ്രൂപ്പിലും അതേ കാര്യത്തിലുള്ള ചിന്താശക്തി മാറുകയാണ്, ചിന്താശരണി മാറുകയാണ്. അപ്പൊ ബിഹേവിയറലി നമുക്ക് ഏജിങ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് കണക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ 2011 സെൻസസ് വന്നപ്പോഴത്തേക്കും കേരളത്തിലെ എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 12.5%. അതായത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 12.5% നമ്മുടെ എൽഡർലി പോപ്പുലേഷൻ. നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് വെച്ച് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏകദേശം 15.5% ഈ കണക്കിന് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 2051 ആവുമ്പോഴേക്കും കേരളത്തിന്റെ പോപ്പുലേഷൻ നമ്മുടെ എൽഡർലി പോപ്പുലേഷൻ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 0.5% എത്തും. ഏകദേശം 25% എത്തും. അതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് നമ്മുടെ ആരോഗ്യ രംഗത്തും മറ്റ് സാമൂഹിക രംഗത്തിലെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഒരു സമൂഹത്തിന്റെ 25% എൽഡർലി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ ഈ എൽഡർലിയുടെ കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സെക്സിന്റെ ഒരു റേഷ്യോ നോക്കുമ്പോഴത്തേക്കും നമ്മൾ 60 വയസ്സെടുത്താലും 70 വയസ്സെടുത്താലും ഒക്കെ തന്നെ സ്ത്രീകളാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു റേഷ്യോ ആണ് നമ്മൾ കാണിക്കുന്നത്. അത് ഏത് ഏജ് ഗ്രൂപ്പ് എടുത്താലും സ്ത്രീകളുടെ പോപ്പുലേഷനിൽ ഒരു വർധനവ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ എൽഡർലി ഏജ് ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങൾ? ഇപ്പൊ ഇഷ്യൂസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്, എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ട്. മെഡിക്കൽ ഇഷ്യൂസ് നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളെല്ലാവരും ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് തന്നെ നമ്മൾ മെഡിക്കൽ ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. എങ്കിലും നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഈ മെഡിക്കൽ പ്രോബ്ലംസ് എന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. ഒന്ന്, സിസ്റ്റം ഫെയിലിയേഴ്സ്. നമ്മുടെ എല്ലാം ആരോഗ്യം എന്ന് പറയുന്നത് പല സിസ്റ്റംസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആകാം, സെൻട്രൽ നെർവസ് സിസ്റ്റം ആകാം, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് സിസ്റ്റം ആകാം, റെസ്പിറേറ്ററി സിസ്റ്റം ആകാം. അപ്പൊ അങ്ങനെയുള്ള പല സിസ്റ്റംസ്. അപ്പൊ നമ്മുടെ ഏജിങ് ആകുമ്പോഴേക്കും ഈ പല സിസ്റ്റംസും പതുക്കെ ഫെയിൽ ചെയ്ത് തുടങ്ങും. രണ്ടാമത്തത് ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ്. നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, നമുക്ക് ടച്ച് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സെൻസറി സിസ്റ്റം നമുക്ക് ഏജിങ് ആകുമ്പോഴത്തേക്കും അതിന് പല ഡെഫിസിറ്റും സംഭവിക്കും.
അങ്ങനെ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ഹിയറിംഗിലും വിഷനിലും ടച്ചിലും ഒക്കെ സംഭവിക്കാറുണ്ട്. മൂവ്മെന്റ് ഡിസോർഡേഴ്സ്, നമുക്ക് ആർത്രൈറ്റിസ്, പിന്നെ ഫ്രാക്ചേഴ്സ്, അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഏജിങ്ങിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ന്യൂട്രീഷൻ വിഷയങ്ങൾ രണ്ട് രീതിയിൽ വരാം. ചിലർക്ക് വിശപ്പില്ലായ്മ വരാം, ചിലർക്ക് അനീമിയ വരാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഏജ്ഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഡെബിലിറ്റേഷന്റെ ഒരു കമ്പോണന്റ് അവിടെ കാണുന്നുണ്ട്, പെയിനിന്റെ ഒരു കമ്പോണന്റ് ഉണ്ട്. എല്ലാ അസുഖങ്ങളുടെയും കൾമിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്യാൻസർ ആയിക്കോട്ടെ, മറ്റ് അസുഖങ്ങളായിക്കോട്ടെ, റീനൽ ഡിസീസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഡെബിലിറ്റേറ്റഡ് ആയിട്ട് കഴിയേണ്ടി വരുന്നത്, നമുക്ക് പല ട്യൂബുകളുടെ സഹായത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്നത് ഈ ഒരു എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ് പ്രധാനമായിട്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ഇഷ്യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ കൊറോണറി ആർട്ടറി ഡിസീസസ്. അതിൽ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ എൽഡർലി ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 34% മരണങ്ങളും ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഒറ്റ അസുഖം കൊണ്ട് മാത്രമാണ്. ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം എന്നുള്ള രീതിയിൽ ഹൈപ്പർ ടെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്കൊരു NCD കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ഹൈപ്പർ ടെൻഷന്റെ കൺട്രോൾ റേറ്റ് എന്ന് പറയുന്നത് വെറും 13%. അതായത് 100 പേർക്ക് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ 13 പേർ മാത്രമേ നമ്മുടെ നാട്ടിൽ നോർമൽസിയിലേക്ക്, നോർമൽ ബ്ലഡ് പ്രഷർ ലെവലിലേക്ക് എത്തുന്നു. അപ്പൊ അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോളോ അപ്പ് ആവശ്യമാണ്. അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പിന്നെ NCD ക്ലിനിക്കിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ഒരു പ്രോസസ് അല്ല. നമ്മുടെ എല്ലാ പേഷ്യൻസിനും, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് വളരെ യങ് ആയിട്ടുള്ള പേഷ്യൻസിന് വരെ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പം BP മെഷർമെന്റ്, BP ഫോളോ അപ്പ് എന്നൊക്കെ ഉള്ള നമ്മൾ വളരെ പ്രാധാന്യമായിട്ട് എടുക്കുക. നമ്മുടെ യങ്ങർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മിഡിൽ ഏജ് ഗ്രൂപ്പിൽ നമുക്കത് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് എൽഡർലി ഏജ് ഗ്രൂപ്പിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റ് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ആണ് ഡിസ്ലൈപിഡീമിയ, പിന്നെ അതുപോലെ ത്രോംബോസിസ് ഉണ്ടാവാറുണ്ട്, അതെറോസ്ക്ലിറോസിസ്. ഇതെല്ലാം എൽഡർലി ഏജ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. നമ്മൾ സെൻട്രൽ നർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ പാർക്കിൻസോണിസം നമ്മുടെ മിഡിൽ ഏജിലാണ് ഇത് ഉണ്ടാവുന്നതെങ്കിലും, അല്ലെങ്കിൽ യങ്ങർ ഏജിലാണ് ഉണ്ടാവുന്നതെങ്കിലും ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇതിന്റെ സൈഡ് ഇഫക്ട്സും ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം നമ്മുടെ എൽഡർലി ഏജ് ഗ്രൂപ്പാണ്. അതുപോലെ സ്ട്രോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏകദേശം 55+ ഉണ്ടായിക്കൊണ്ടിരുന്ന അസുഖമാണെങ്കിൽ ഇപ്പൊ സ്ട്രോക്ക് 40 താഴെയും ഉണ്ടാകുന്നുണ്ട്. യങ് സ്ട്രോക്ക് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ DHS ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ മകൻ, 21 വയസ്സുള്ള ഒരു കുട്ടി സ്ട്രോക്ക് വന്ന്, അതും പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് വന്ന് ഇപ്പൊ ക്രേനിയോട്ടമൊക്കെ ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ യങ് സ്ട്രോക്ക് നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്. പക്ഷെങ്കിലും അത് സ്ട്രോക്ക് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ്. നമ്മുടെ നാട്ടില് പാരാലിസിസ് വന്നിട്ടുള്ള, ഹെമിപ്ലീജിയും പാരാപ്ലീജിയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ പാലിയേറ്റീവ് കെയർ പേഷ്യൻസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ കിടപ്പുണ്ട്. ന്യൂറാൾജി ഉണ്ട്, ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, അതുപോലെയൊക്കെയുള്ള പല ന്യൂറോളജിക്കൽ ഇഷ്യൂസും നമ്മുടെ എൽഡർലി ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അൾസേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ. അതുപോലെ ബ്ലീഡിംഗ് ടെൻഡൻസീസ്, ഹിമോപ്റ്റൈസിസ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസേഴ്സ്, അനറക്സിയ. ഇതൊക്കെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. യു ആർ ഓൾ എക്സ്പേർട്സ് ഇൻ മാനേജിങ് ഓൾ ദീസ്, ഐഡന്റിഫൈങ് ഓൾ ദീസ് ഡിസീസസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എൽഡർലി ഏജ് ഗ്രൂപ്പിന്റെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ. റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എൽഡർലി ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ലോവർ നമ്മളെ കോസ് ഓഫ് ഡെത്ത് പലപ്പോഴും നോക്കുമ്പോഴത്തേക്കും ന്യൂമോണിയ അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് പലപ്പോഴും കോസ് ഓഫ് ഡെത്ത് ആയിട്ട് എൽഡർലി പേഷ്യൻസിൽ കാണുന്നത്. അതുപോലെ TB എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്നതാണെങ്കിലും അതിന്റെ പലപ്പോഴും ഡെത്തും അതിന്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ കൂടുതൽ കാണുന്നത് എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ്. സ്മോക്കേഴ്സ് ലങ്, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ സ്മോക്ക് ചെയ്യുന്നതിന്റെ എല്ലാം നമ്മൾ അതിന്റെ പരിണിത ഫലങ്ങൾ കാണുന്നത് പലപ്പോഴും ഓൾഡ് ഏജിലാണ്. COPD എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു PHC എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഹെൽത്ത് സെന്റർ എടുത്തു കഴിഞ്ഞാൽ, CHC എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഒരു
ഒരു 65% റെസ്പിറേറ്ററി സിംറ്റംസ് ഉള്ള പേഷ്യൻസ് ആണ് വരുന്നത്. പലരും ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നത്. അവർ നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ കൈ നീട്ടിയാണ്ടിരിക്കുന്നത് ഒരു ഡെർഫിലിൻ ഡെക്സോൺ ഇഞ്ചക്ഷൻ കിട്ടാൻ വേണ്ടി. നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മളൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് പക്ഷെ നമ്മൾ ഡയഗ്നോസിസിലോട്ട് നമ്മൾ ഒരിക്കലും പോകാറില്ല. അത് ചിലപ്പോൾ COPD ആയിരിക്കാം, ചിലപ്പം ആസ്മയായിരിക്കാം. പക്ഷെ ഇത് വേർതിരിച്ചറിയേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നത്. അത് നമ്മുടെ FHCകളിലൊക്കെ തന്നെ ശ്വാസ് പ്രോഗ്രാം ഇപ്പൊ നിലവിലുണ്ട്. അപ്പം അത് നിലവിൽ വരാത്ത സ്ഥലങ്ങളിലേക്ക് ഈ വർഷം പുതിയതായിട്ട് വരുന്നതായിരിക്കും. ശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ FHCകളിലും നമ്മൾ സ്പൈറോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പൈറോമീറ്റർ വെച്ചിട്ട് നമ്മൾ അവരുടെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നു. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അത് COPD ആണോ അത് ആസ്മയാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയുന്നു. COPD ആണെങ്കിൽ അവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒഴിവാക്കിയിട്ട് അവർക്ക് എയറസോൾസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഓക്സിജൻ കൊടുക്കുന്നു. അതേസമയം ആസ്മയാണെങ്കിൽ അവർക്ക് നമുക്ക് സാധാരണ ബ്രോങ്കോ ഡയലൈറ്റിസ് കൊടുത്തവർക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ രീതിയിലൊരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസും എൽഡർലി ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ക്യാൻസർ, റെസ്പിറേറ്ററി ക്യാൻസേഴ്സും നമ്മുടെ നാട്ടിൽ വളരെയേറെ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പുരുഷന്മാരിൽ കണ്ടുവരുന്ന ക്യാൻസർ ഒന്ന് ലങ് ക്യാൻസർ തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് സ്മോക്കിംഗുമാണ്. നമ്മുടെ റീനൽ അല്ലെങ്കിൽ ജെനിറ്റൽ യൂറിനറി സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബയലാറ്ററൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് എൽഡർലി പോപ്പുലേഷനെ അലട്ടുന്ന ഒരു പ്രശ്നം. കാരണം ഡ്രിബിളിംഗ് ഓഫ് യൂറിൻ, ഫ്രീക്വൻസി ഓഫ് മിക്സറേഷൻ കൂടുന്നു, മറ്റുള്ള ഈ വിഷയങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇനിക്സ് ഒരു വലിയ പ്രശ്നമാണ്. റീനൽ ഫെയിലിയർ ഒരു വലിയ പ്രശ്നമാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് ഒരു വലിയ പ്രശ്നമാണ്. റീനൽ ക്യാൻസേഴ്സ് ഉണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, പ്രൊലാപ്സ് ബ്ലാഡർ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ റീനൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ജെനിറ്റോ യൂറിനൽ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ മെന്റൽ ആൻഡ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഇത് ഒരു എൽഡർലി ഏജ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ മെന്റൽ ആൻഡ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പം ഏജ് മാറൊന്നുമില്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പൊ നമ്മുടെ പല ഓഫീസുകളിലും ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ സ്കോർ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ടീമിന്റെ ഡോക്ടർ കിരണൊക്കെ ഇങ്ങനെ അന്തമിട്ടിരിക്കുകയാണ്, ഇതിൽ ആരെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം നല്ലൊരു ശതമാനം ആൾക്കാരും ഡിപ്രഷന്റെ വക്കിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ സിസ്റ്റത്തിന്റെ രീതിയൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നത്. എനിവേ, ഡിപ്രഷൻ അതൊരു വലിയ വിഷയം തന്നെയാണ്. ആങ്സൈറ്റി, എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ആകാംക്ഷയാണ്. ആങ്സൈറ്റി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ആങ്സൈറ്റി ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ആങ്സൈറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ആങ്സൈറ്റി എപ്പോഴാണ് ഒരു വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ആങ്സൈറ്റി അത് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കതിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമുക്ക് മാറുന്നത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ടൈമില് നമ്മുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 3:30 സ്കൂൾ ബസ് വരുമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 3:30 കണ്ടില്ലെങ്കിലും ഒരു 3:45 കണ്ടില്ലെങ്കിലും നമ്മൾ സ്ട്രെസ്ഡ് ആവും. ചില 4 മണിയൊക്കെ ആകുമ്പോൾ 4 o'clock ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. പക്ഷെ 4 വരെ നമ്മൾ അത്ര വലിയ ആങ്ഷ്യസ് അല്ലാതെ നമ്മൾ ഇരിക്കും. പക്ഷെ ഒരു എൽഡർലി ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ 3:30 ബസ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2:30 തൊട്ടേ അവരുടെ ആങ്സൈറ്റി സ്റ്റാർട്ട് ചെയ്യും. അവരപ്പത്തേക്ക് സ്ട്രെസ്. ഇതുപോലെ നമ്മുടെ ഈ ആങ്സൈറ്റിയുടെ ഒരു ബോർഡർ നമ്മൾ ക്രോസ് ചെയ്ത് അത് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ആങ്സൈറ്റി ഒരു വിഷയമായിട്ട് മാറുന്നത്. സൈക്കോസിസ്, ആസ് വി ഓൾ നോ, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അസുഖങ്ങൾ തന്നെയാണ്. സൈക്കോസിസും നമ്മുടെ ന്യൂറോസിസുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസൈറ്റിലുള്ള ഒരു വ്യത്യാസമാണ്. സൈക്കോസിസ് എന്ന് പറയുമ്പോൾ കുറെ അസുഖങ്ങളാണ്. നമ്മുടെ ഡിപ്രഷനും ബൈപോളാർ ഡിസീസസും സ്കിസോഫ്രീനിയൊക്കെ അടങ്ങുന്ന അസുഖങ്ങളാണ് സൈക്കോസിസ് വരുന്നത്. ഡിമെൻഷ്യ, മറവി നമ്മൾക്ക് എൽഡർലി ഏജ് ഗ്രൂപ്പിൽ വളരെ കൂടുതലാണ്. ഡിമെൻഷ്യയും അൾസീമേഴ്സും നമ്മൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഏജ് കൂടുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിൽ വരുന്ന ഡീജനറേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് റീസെന്റ് മെമ്മറി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷണം. അതേസമയം അൾസീമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മുടെ മെമ്മറി നമ്മുടെ ഓർമ്മയിൽ നിന്നും
എല്ലാ കാര്യങ്ങളും തുടച്ചു നീക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് അൾഷീമേഴ്സ്. അൾഷീമേഴ്സും എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇൻസോംനിയ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും ഏജ്ഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അവരാരും കിടന്ന് അങ്ങനെ ഉറങ്ങാറില്ല, പലപ്പോഴും പലരും ഇരുന്നൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ അവരുടെ ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡാണ് എൽഡർലി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇമോഷണൽ എക്സ്ട്രീംസ്, പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയും പെട്ടെന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്ന കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് എൽഡർലി ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഇമോഷണൽ എക്സ്ട്രീംസ് നമ്മൾക്ക് അവരിലുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറേണ്ടി വരും. ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഹിയറിംഗ് ഡെഫിസിറ്റ്, വിഷ്വൽ ഡെഫിസിറ്റ്, സെൻസറി ഡെഫിസിറ്റ്, ഇതൊക്കെ എപ്പോഴാണ് ഇഷ്യൂ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോൺ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു പ്രഷർ കുക്കറിന്റെ വിസിൽ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു അലാം നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഹിയറിംഗ് ഒരു പ്രശ്നമാണ്. അതുപോലെ നമുക്കൊരു റെഡ് സൈൻ കാണാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള ഒരു കുഴി നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലൊക്കെ നമുക്ക് വിഷ്വൽ ഡെഫിസിറ്റ് ഒരു പ്രശ്നമാണ്. സെൻസറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം, തണുത്ത വെള്ളം, ചൂടും തണുപ്പുമുള്ള പ്രതലങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അത് ബേൺസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാറുണ്ട്. അപ്പൊ ഇതൊക്കെ സെൻസറി ഡെഫിസിറ്റ്സും എൽഡർലി ഏജ് ഗ്രൂപ്പിന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. മൂവ്മെന്റ് ഡിസോർഡേഴ്സ് നമുക്കറിയാം. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഫ്രാക്ചേഴ്സ്, സ്കെൽറ്റൽ ഡിഫോമിറ്റീസ്, ഇതൊക്കെ നമ്മുടെ പേഷ്യൻസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പല സ്കെൽറ്റൽ ഡിഫോമിറ്റീസും ആണ്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ദീസ് ഓൾ അഫക്ട് ഗേറ്റ് അഫക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വൺസ് ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പിന്നെ അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടില്ല. ന്യൂട്രീഷൻ പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അനീമിയ ഒരു വലിയ വിഷയമാണ്. ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഒരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് പ്രോപ്പർ ന്യൂട്രീഷൻ, നമുക്ക് ഒരു എൽഡർലിയുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച്, അവരുടെ ആഹാര കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ അത്ര വലിയ ശ്രദ്ധ പലപ്പോഴും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെഞ്ചസ്. പല എൽഡർലി പോപ്പുലേഷനും നല്ല പ്രോപ്പർ ഡെന്റേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർഡ് സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചവച്ചിറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർ ഡെന്റേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇൻഡൈജഷൻ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെല്ലാം ന്യൂട്രീഷനെ അഫക്ട് ചെയ്യുന്ന എൽഡർലി ഇഷ്യൂസ് ആണ്. പെയിൻ ആൻഡ് ഡെബിലിറ്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ രോഗങ്ങളുടെയും, അത് ക്യാൻസർ തൊട്ടുള്ള താഴോട്ടുള്ള എല്ലാ രോഗങ്ങളുടെയും ടെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എൽഡർലി ഏജിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വേദന അവർക്ക് സഹിക്കേണ്ടി വരും. പലപ്പോഴും പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. മൊബിലിറ്റി ഒരു പ്രശ്നമാണ്, ന്യൂറാൾജി ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് നമ്മൾ ടെർമിനൽ ഇൽനെസ് നമ്മൾ പറയുന്നത് മോർഫിൻ തന്നെയാണ്. അത് നമ്മുടെ പാലിയേറ്റീവ് കെയറിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മിസ്സലേനിയസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം, സ്കിൻ ഡിസീസസ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എൽഡർലി ഏജ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് മെഡിക്കൽ ഇഷ്യൂസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമോഷണൽ ഇഷ്യൂസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു എൽഡർലി കെയർ എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കൽ ഇഷ്യൂസ് മാത്രമല്ല, അതിൻ്റെ അകത്ത് എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഇമോഷണൽ ഇഷ്യൂസിനകത്ത് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റെസ്പെക്ട്. നമുക്ക് ഏജ് കൂടുന്തോറും നമ്മളൊക്കെ ഇപ്പോഴും നമ്മൾ ഡോക്ടറായിട്ടിരിക്കുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടിരിക്കുന്നു, JPSനായിട്ടിരിക്കുന്നു, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഏജ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ആ ബഹുമാനം നഷ്ടപ്പെട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സപ്പോഴും നമ്മൾ ആ പഴയ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ ആരും ബഹുമാനിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അതൊരു ഇമോഷണൽ ഇഷ്യൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണങ്ങളാൽ, രോഗം കൊണ്ടോ പ്രായം കൊണ്ടോ നമ്മൾ ആർക്കും ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ, നമ്മളൊരു കിടപ്പ് രോഗിയായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പലരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതും ഒരു ഇമോഷണൽ ഇഷ്യൂ. ലോൺലിനെസ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ പഠിക്കാൻ പോകുന്നു. അപ്പം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന എൽഡർലി ആൾക്കാരാണെങ്കിൽ അവർ വളരെയേറെ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും ഇന്ത്യയുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരു മലയാളി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പലരും കേരളത്തിൽ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളത്തിന് പുറത്ത് ജീവിക്കാനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ എൽഡർലി പേരൻസ് ഒക്കെ പലപ്പോഴും ഇവിടെ ലോൺലിനെസ് എന്ന ഒരു വലിയ തടവറയിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. പിന്നെ നെഗ്ലക്ട് ബൈ കിത്ത് ആൻഡ് കിൻ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ജീവിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അധ്വാനിച്ചത്, അവര് നമ്മളെ അവഗണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസം അത് നെഗ്ലക്റ്റ് ആണ്. മോർബിഡിറ്റി, പല രോഗങ്ങൾ കൊണ്ട് നമുക്ക്
നമുക്ക് ശ്വാസം നേരെ വിടാൻ പറ്റാതെ വരുമ്പോൾ, നമുക്ക് ആഹാരം നേരെ കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ, നേരെ ഉറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ, നേരെ നടക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അതൊക്കെ നമുക്കൊരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. ഫിയർ ഓഫ് ഡെത്ത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫിയർ ഓഫ് ഡെത്ത് എന്താണ്? ഫിയർ ഓഫ് ഡെത്ത്, നമ്മൾ യങ്ങർ ഏജ് ഗ്രൂപ്പിലായിരുന്ന സമയത്ത് നമുക്ക് മരണത്തിനെ വലിയ ഭയമൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കിലെ ചെറുപ്പക്കാരൊക്കെ വളരെ സ്പീഡിൽ ചെത്തിപ്പോകുന്നതൊക്കെ ഈ ഫിയർ ഓഫ് ഡെത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരു ഏജിലേക്ക് വരുന്തോറും നമ്മൾ മരണത്തിനെ നമ്മൾ ഭയക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ പ്രായം കൂടുന്നതോറും ആൾക്കാർ പലപ്പോഴും പിന്നെ വിശ്വാസികളാവുന്നതും പിന്നെ ഈ ആൾ ദൈവങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുന്നതിന്റെ ഒരു റീസണും ഈ മരണഭയം ഉണ്ടായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ മരണഭയം ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിയർ ഓഫ് അൺനോൺ ആണ്. നമുക്ക് എന്താണ് മരണത്തിന് ശേഷം നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്കറിയാവുന്ന കുറെ കെട്ടുകഥകൾ മാത്രമാണ്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള പല കഥകൾ മാത്രമാണ്. അതായത് അവിടെ ഒരു സ്വർഗമുണ്ട്, അവിടെ ഒരു നരകമുണ്ട്, നടുക്കൂടെ ഒരു നൂൽപ്പാലമുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു പോവുകയാണെങ്കിൽ നൂൽപ്പാലത്തിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തും, ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ എണ്ണയിലേക്ക് വീഴുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ പാസ്റ്റ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ കോൺഫിഡൻസ് കാണത്തില്ല ഈ നൂൽപ്പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോകുന്നുള്ള കാര്യത്തില്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മരണഭയമുണ്ട്. കാരണം അത് ഫിയർ ഓഫ് അൺനോൺ ആണ്. അപ്പൊ അത് നമ്മുടെ ഏജ് കൂടുന്തോറും ഈ ഫിയർ ഓഫ് ഡെത്ത് കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ടംപററി ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മരണത്തിനോടുള്ള ഭയം വളരെ കൂടുതലാണ്. പിന്നെ ക്രൂവൽറ്റി, നമുക്ക് എൽഡർലി ആൾക്കാരോടുള്ള അവഗണന, അവരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പത്രങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു കാര്യമാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതൊന്നും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടില്. അപ്പം അതും നമ്മൾ പ്രത്യേകം കാര്യമായിട്ട് എടുക്കേണ്ട ഇമോഷണൽ വിഷയങ്ങളാണ്. കൺഫൈൻമെന്റ്, നമ്മൾ പലപ്പോഴും പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യമാണ്. പാലിയേറ്റീവ് കെയർ വന്ന പേഷ്യൻസിനെ അവിടെ ജനലും വാതിലും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫൈൻമെന്റ് ഒരു വലിയ വിഷയമാണ്. നമുക്ക് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എക്കണോമിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും പലരും എംപ്ലോയിഡ് ആയിട്ടിരുന്ന ആൾക്കാരാണ്, അവർക്ക് പെട്ടെന്ന് എംപ്ലോയ്മെന്റ് ഇല്ലാതാവുന്നു, അവർക്ക് ശമ്പളം ഇല്ലാതാവുന്നു, അവർക്ക് ഫൈനാൻസ്, നമ്മുടെ കുട്ടികളുടെ ഫീസ് തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ പഠിത്തം തന്നെ നോക്കാനായിട്ട് നമുക്ക് പറ്റാതിരിക്കുമ്പോഴത്തേക്ക് എൽഡർലി ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് എൽഡർലി ഏജ് ഗ്രൂപ്പിലെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. നമുക്ക് ഇൻസഫിഷ്യന്റ് ഇൻഷുറൻസ് സ്കീമുകളാണ് നമുക്കുള്ളത്. ഇപ്പൊ നമുക്ക് പുതിയ സ്കീമുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എൽഡർലി പോപ്പുലേഷൻ നമ്മുടെ നാട്ടിൽ കൂടുകയാണെങ്കിൽ അത് നമ്മുടെ എക്കണോമിയെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ജെറിയാട്രിക് പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കൂടുകയാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് റിസർവേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ പെൻഷൻ സ്കീംസ് ഒരുപാട് കൂട്ടേണ്ടി വരുന്നുണ്ട്. ഇൻഷുറൻസ് സ്കീംസ് കൂട്ടേണ്ടി വരുന്നുണ്ട്. പിന്നെ വിഡോഹുഡ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിഡോഹുഡ് നമ്മൾ കണക്കെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ 60 വയസ്സെടുത്താലും 70 വയസ്സെടുത്താലും 80 വയസ്സെടുത്താലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരുപാട് വർധനവ് വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിന്റെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാകുന്ന വിഡോഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ട്രോമാറ്റിക് ആണ്. കാരണം നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്കൊരു തൊഴിലുണ്ട്. അതേസമയം നമ്മുടെ ലൈഫിന്റെ സെക്കൻഡ് ഹാഫിൽ ഇതൊന്നും നമുക്കില്ല. നമ്മളോടൊപ്പം ഒരു പാർട്ട്ണർ മാത്രമേ ഉള്ളൂ. ആ ഒരു പാർട്ട്ണറിന്റെ മരണം എന്ന് പറയുന്നത് നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് തളർത്തി കളയും. എസ്പെഷ്യലി നമ്മൾ ഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ. ഇപ്പോൾ വിഡോഹുഡ് ഒരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ന്യൂക്ലിയർ ഫാമിലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓൾഡ് ഏജ് ഹോംസ്, നമുക്ക് കേരളത്തിൽ ഇപ്പം 619 ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അതിൽ ഏകദേശം 21,000 എൽഡർലി പീപ്പിൾ താമസിക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, 21,000 ആൾക്കാർ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസിൽ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നു. അവരുടെ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. പ്രൊമോട്ട് മെയിൻറ്റെയിൻ ഒപ്റ്റിമം ലെവൽ ഓഫ് ഹെൽത്ത്. അവരെ കട്ടിലെ ഞാൻ പറഞ്ഞു അവരെ എഴുന്നേൽപ്പിച്ച് ഓടിക്കുക എന്നുള്ളതല്ല, അവരെ ഡിറ്റീരിയറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഡിസീസസ് വരാൻ നോക്കുക. പ്രിവെന്റ് ഫർദർ കോംപ്ലിക്കേഷൻ, ബൂസ്റ്റിംഗ് ഓഫ് ദ മൊറൈൽ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ്. പിന്നെ നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽഡർലി പേഷ്യന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സെൻസസ് അസസ് ചെയ്യുക, അവരുടെ സ്പീച്ച് ഉണ്ടോ, വിഷൻ ഉണ്ടോ, മസിൽ സ്ട്രെങ്ത് ഉണ്ടോ, ഡയറ്ററി ബൗൾ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, സെക്ഷൽ ഫീലിംഗ്സ് എന്താണ്, അവരുടെ ഇന്റലിജൻസ്, അവരുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്,
അവരുടെ സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ റിലേറ്റീവ്സ് ആരൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഫണ്ട്സ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെയാണ് അവരുടെ സോഴ്സസ് ഓഫ് ഹെൽത്ത്, പിന്നെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ കമ്മ്യൂണിറ്റി ലൈഫ് എന്താണ്. ഈ രീതിയിലുള്ള ഒരു അസസ്മെന്റ് നമ്മൾ നടത്തുക. ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് നമുക്ക് ആവശ്യമാണ്. അവർ അലേർട്ട് ആണോ, അവർ ഓപ്റ്റിമിസ്റ്റിക് ആണോ, അവരുടെ ഏജിങ്ങിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഹോബി എന്താണ്, അവര് ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണോ. ഇപ്പൊ കെയർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അവരെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കരുത്. അവരെ നമ്മൾ സാറെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ അപ്പച്ച എന്നോ എന്തെങ്കിലും രീതിയിൽ അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുക. അവരെ നമ്മൾ വളരെ കൈൻഡ് ആയിട്ടും വളരെ സിമ്പത്തറ്റിക് ആയിട്ടും അവരോട് അപ്രോച്ച് ചെയ്യുക. അവരുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ ഇഞ്ചുറീസ് വരാതെ നോക്കുക. ന്യൂട്രീഷൻ അവർ ഉറപ്പാക്കുക. അവരുടെ മെന്റൽ അക്യൂറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റിയെ കൂട്ടുക. ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ കെയർ കൊടുക്കുക. മെഡിക്കൽ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം, ബെഡ് സോർ ഡ്രസ്സിങ്, അതുപോലെ തന്നെ വൂൺ ഡ്രസ്സിങ്, കത്തീറ്റർ റൈൽസ് ടു ചേഞ്ചിങ്, നമ്മുടെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ നമുക്ക് കൊടുക്കുന്നതാണ്. ഫിസിയോതെറാപ്പി വേണ്ടവർക്ക് ഫിസിയോതെറാപ്പി, പെഡിക്യൂർ, മാനിക്യൂർ പോലുള്ള കാര്യങ്ങൾ. ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമോഷണൽ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മുടെ റിലേറ്റീവ്സിനോടും സംസാരിക്കുന്ന രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുക. അവരോട് വളരെ ക്ലിയർ ആയിട്ടും ഉച്ചത്തിൽ സംസാരിക്കുക. അവരോട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരാ, അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കുക. അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവരുടെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ പുറത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ സ്പിരിച്വൽ ടോക്ക് ഞാൻ പറഞ്ഞു, അവരെല്ലാം ദൈവഭയം അവസാനം ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പം മെഡിറ്റേഷൻ, സ്പിരിച്വൽ, പിന്നെ ആ രീതിയിലുള്ള ആ ഒരു ഓവർകം ദ ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പാലിയേറ്റീവ് കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പാലിയേറ്റീവ് കെയറിന്റെ ക്ലാസ് ഡോക്ടർ മാത്യൂസ് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഹോം കെയറും ഹോസ്പിറ്റൽ കെയറും പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൂടുതലേക്ക് പോകുന്നില്ല. പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈ ടച്ച് ആൻഡ് ലോ ടെക്. അതായത് ഹൈടെക് അല്ല, ഹൈ ടച്ച് ആണ്. പിന്നെ ലോ ടെക്, ലോ ടെക്നോളജി ആൻഡ് ഹൈ ടച്ച്. അതാണ് പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രിൻസിപ്പിൾ. കേരള ഏജിംഗ് പോളിസിയെ കുറിച്ച് പറഞ്ഞ് ഞാൻ 2006 ഇറക്കിയ ഒരു പോളിസിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും എൽഡർലിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതുവരെ ഞാൻ എന്തിനാണ് എൽഡർലി കെയർ എന്നാണ് പറഞ്ഞു വന്നത്. ഇനി ഞാൻ പ്രോഗ്രാമിലേക്ക് കിടക്കാം. അപ്പൊ പുതിയ ഇനീഷ്യേറ്റീവ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ നോ ക്യൂ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ്, ജിറിയാട്രിക് വാർഡ്സ്, എൽഡർലി ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ്, റാമ്പ്, ലിഫ്റ്റ്, ജിറിയാട്രിക് ക്ലിനിക്സ്, പാലിയേറ്റീവ് കെയർ, ഇതൊക്കെ ഫ്രീ മെഡിസിൻ സർവീസ്, ഇതൊക്കെ നമ്മൾ എൽഡർലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പല വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള മേജർ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ഓരോ പ്രോഗ്രാംസ് ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ 1999 നാഷണൽ പോളിസി ഫോർ ഓൾഡർ പേഴ്സൺസിൽ തുടങ്ങി 2010 ആയപ്പോഴേക്കും നാഷണൽ പ്രോഗ്രാം ഓഫ് ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി അഥവാ NPHC എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതും ഈ NPHC പ്രോഗ്രാമിനെ കുറിച്ചാണ്. കാരണം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. കേരളത്തില് 5 ജില്ലകളിലാണ് ഇത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂര്, കോഴിക്കോട്. പിന്നീട് 2017 ആയപ്പോഴേക്കും 16 ആയപ്പോഴേക്കും നമ്മൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ 14 ജില്ലകളിലേക്ക് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫണ്ട് വെച്ചിട്ട് ഈ പ്രോഗ്രാമിനെ 14 ജില്ലയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഉണ്ടായത്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ലെവലുകളിൽ, മെഡിക്കൽ കോളേജ് ലെവല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ലെവല്, CHC ലെവല്, PHC ലെവല് എൽഡർലി പേഷ്യൻസിന് ഉള്ള ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. 2, എൽഡർലി കെയറിന് വേണ്ടി മാത്രമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ സപ്ലൈ ചെയ്യുക. 3, നമ്മുടെ പ്രിവെന്റീവ്, പ്രൊമോട്ടീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് കൊടുക്കുക. 4, ജിറിയാട്രിക് കെയറിൽ റിസർച്ച് സംവിധാനം കൊണ്ടുവരിക. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും, പക്ഷെ നടക്കുന്നുണ്ട്. ജിറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഇൻ 8 റീജിയണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ കേരളത്തിൽ തിരഞ്ഞെടുത്തത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ്.
നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ജെറിയാട്രിക് കെയറിന് വേണ്ടി മാത്രമായിട്ട് അവിടെ ഒരു ജെറിയാട്രിക് സ്പെഷ്യാലിറ്റി കോംപ്ലക്സ് ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതിനു വേണ്ടി മാത്രമായിട്ട് 6 ഡോക്ടർമാരും അതിന്റെ പാരാമെഡിക്കൽ സ്റ്റാഫും അവിടെ അവൈലബിൾ ആണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് നമ്മൾ ഈ ജെറിയാട്രിക് മെഡിക്കൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നമ്മൾ കൊടുത്തു വരുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ജില്ലാ ആശുപത്രികളാണ് നമ്മൾ പിന്നീട് സെറ്റപ്പ് ചെയ്തത്, ജെറിയാട്രിക് യൂണിറ്റ് ഇൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. പക്ഷെ CHCകളിലും PHCകളിലും നമ്മൾ പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നമ്മൾ NPHC പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ PHCകളിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, PHCകളിൽ ഒരു 10 ബെഡഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ 10 ബെഡഡ് ജെറിയാട്രിക് വാർഡ് ഫോർ ദ എൽഡർലി പേഷ്യൻസ് നമ്മൾ ചെയ്തു. അതുപോലെ മെഡിക്കൽ OPD നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പല സ്പെഷ്യാലിറ്റികളുമായിട്ട് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്തു. നമ്മളിപ്പോൾ ആർത്രൈറ്റിസ് ക്ലിനിക് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, യൂറോളജി ക്ലിനിക് ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നെഫ്രോളജി ക്ലിനിക് ഉണ്ട്, കാർഡിയ ക്ലിനിക് ഉണ്ട്. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇത്. പിന്നെ IEC ആക്ടിവിറ്റീസ്, ട്രെയിനിങ് ഓഫ് സ്റ്റാഫ്. ഇതിന്റെ കുറച്ച് പടങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ജെറിയാട്രിക് OPയുടെ പുറവച്ചമാണ്. അപ്പം അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആലപ്പുഴ ജില്ലയിൽ നിന്നെടുത്തൊരു പടമാണ്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ നമ്മൾ ഈ NPHC പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പത്തനംതിട്ട ജില്ലയിലെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ്. ഇത് വാർഡുകളാണ്. ജെറിയാട്രിക് വാർഡ് ഇൻ DH തൃശ്ശൂർ ആണ്. നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ടുള്ള സ്റ്റാഫാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഈ വാർഡിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആന്റി സ്കിഡ് ടൈൽസ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്സിനൊക്കെ ഈ റെയിൽ പിടിച്ചു നിൽക്കാനും പിടിച്ചെഴുന്നേക്കാനും ഒക്കെ ഉള്ള റെയിൽസ്, നമ്മൾ സൈഡിൽ ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെയിലിങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇടുക്കിയിലുള്ള ജെറിയാട്രിക് വാർഡ്. ആലപ്പുഴ CHC ലെവലിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഫസ്റ്റ് ലെവൽ മെഡിക്കൽ റെഫറൽ സെന്റർ ആയിരിക്കണം. കാരണം ഒരു CHCയിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു എൽഡർലി പേഷ്യന്റ് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അവിടെ ആഴ്ചയിൽ 2 ദിവസം എൽഡർലി ക്ലിനിക്ക് നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ CHCകളിലായാലും PHCകളിലായാലും വരുന്ന പേഷ്യൻസിൽ നല്ലൊരു ശതമാനവും എൽഡർലി പേഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എൽഡർലി OP വേണം നമ്മൾ ഇതുവരെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ല. റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മൾ എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും എക്സ്ക്ലൂസീവ്ലി എല്ലാ CHCകളിലേക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് എൽഡർലി പാലിയേറ്റീവ് കെയറിന് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് ഫിസിയോതെറാപ്പി സർവീസസ് കൊടുക്കുക, അതുപോലെ തന്നെ വീടുകളിൽ പോയി അവരെ കെയർ കൊടുക്കാനും നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. PHCകൾ എന്ന് പറയുമ്പോഴത്തേക്കും വീക്ക്ലി ജെറിയാട്രിക് ക്ലിനിക്ക് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ സെപ്പറേറ്റ് ജെറിയാട്രിക് OP നമ്മൾ പറയുന്നില്ല. കാര്യം അവിടെ നമ്മുടെ എല്ലാ PHCയിലും മെജോറിറ്റി പേഷ്യൻസും എൽഡർലി തന്നെയാണ്. പിന്നെ നമ്മുടെ ട്രെയിനിങ് ഓഫ് മാൻ പവർ, പിന്നെ എൽഡർലി പേഷ്യൻസിന് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കൗണ്ടർ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അറ്റ് സബ് സെന്റർ ലെവൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കാലിപ്പേഴ്സ്, പിന്നെ എയർബെഡുകൾ, അതർ സപ്പോർട്ടീവ് എക്യുപ്മെന്റ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് സെന്റർ ആണ്. അതുപോലെ നമ്മുടെ JPHന്മാരും നമ്മുടെ JHമാരും ഡയറ്റിനെ കുറിച്ചും യോഗയെ കുറിച്ചും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ എൽഡർലി ആൾക്കാരെ ബോധവാന്മാരാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയർ വർക്കേഴ്സും നമ്മുടെ JPHും JHമാരൊക്കെ ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ വേണ്ടി വരുന്ന പേഷ്യൻസിന്റെ വീടുകളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സും വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ആംബുലൻസ് സർവീസോ അല്ലെങ്കിൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് റെഫറൽ സർവീസൊക്കെ വേണമെങ്കിൽ അതും ചെയ്യുന്നത് ഈ സബ് സെന്ററിൽ കൂടെ. ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇട്ടുന്നുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്നുണ്ട്, എക്യുപ്മെന്റ് പ്രൊക്യൂറിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്, ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമേഴ്സിന് വേണ്ടി നമുക്ക് പൈസ തരുന്നുണ്ട്, മാൻ പവർ റിക്രൂട്ട്മെന്റിന് വേണ്ടി നമുക്ക് പൈസ തരുന്നുണ്ട്, IEC ആൻഡ് റിസർച്ചിന് വേണ്ടി പൈസയുണ്ട്, ട്രെയിനിങ് ഓഫ് മാൻ പവറിന് പൈസയുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് NPHC ഫണ്ടിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, കൺസേൺ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ എല്ലാ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ഫൈനലി ഇന്നലെ ആഡ് ചെയ്തൊരു സ്ലൈഡാണ്. ഇത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോവിഡ് സീസൺ
നമുക്ക് എൽഡർലി കെയറിൽ ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ തുറന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കോവിഡ് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ മോർബിഡിറ്റിയിലേക്ക് നയിക്കുന്നതും മോർട്ടാലിറ്റിയിലേക്ക് നയിക്കുന്നതും എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ്. ഏജ് കൂടുന്തോറും കോവിഡിന്റെ പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്വാറന്റൈൻ വന്നപ്പോഴത്തേക്കും നമ്മൾ എൽഡർലി ആൾക്കാരോടെല്ലാം നമ്മൾ വീട്ടിനകത്ത് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അവരുടെ ബിപിയും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. കാരണം ഇത് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സർജ് ഓഫ് കോംപ്ലിക്കേഷൻസ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊരു വോളണ്ടറി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്. അംഗൻവാടി വർക്കേഴ്സ്, കുടുംബശ്രീ വർക്കേഴ്സ്, നമ്മുടെ പാലിയേറ്റീവ് കെയർ വർക്കേഴ്സ്, അവരൊക്കെ നമ്മുടെ എൽഡർലി ആൾക്കാരെ ഫോൺ ചെയ്തിട്ട് അവരുടെ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ ഫീൽഡ് സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ ആശാപ്രവർത്തകരും മരുന്നും മറ്റു കാര്യങ്ങളും NCD മെഡിസിൻസ് ഒക്കെ തന്നെ ഓരോ വീടുകളിലും ഡോർ സ്റ്റെപ്പിൽ നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ടീമിന്റെ ഭാഗമായിട്ട് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ടെലി കൺസൾട്ടേഷൻ, നമ്മുടെ ഈ സഞ്ജീവനി ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ടെലി സഞ്ജീവനി, ഈ സഞ്ജീവനി വഴി നമുക്ക് ടെലി കൺസൾട്ടേഷൻ നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് കെയർ, നമ്മുടെ ഇപ്പം ഈ എൽഡർലി കോവിഡ് ആക്ടിവിറ്റീസിനെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ. ആ ഗ്രാൻഡ് കെയറിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഇപ്പൊ ഗ്രാൻഡ് കെയറിന്റെ ഒരു കോൾ സെന്റർ ഉണ്ട്. ഏതെങ്കിലും എൽഡർലി ആൾക്കാർക്ക് എന്തെങ്കിലും മരുന്നിന്റെയോ മറ്റ് സർവീസസിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് കെയറിന്റെ കോൾ സെന്ററിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെമഡി കിട്ടുന്നതാണ്. അപ്പൊ എന്നെ നക്ഷൽ ഞാൻ ടൈം നോക്കിക്കൊണ്ടാണ് ഇത്ര സ്പീഡിൽ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള സെക്ഷനാണ്. ഇനി ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അഡീഷൻസോ ഡിലീഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്നേ ഉള്ളൂ, നമുക്ക് എൽഡർലി കെയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറണം. കാരണം നാളത്തെ എൽഡർലിയാണ് നമ്മൾ. ഇന്ന് നമ്മൾ ഈ കാണുന്ന സുന്ദരമായ മുഖങ്ങളൊക്കെ നാളെ ഈ രൂപത്തിലേക്ക് മാറാൻ അതേസമയം വേണ്ട. ഓരോ വർഷം കഴിയുന്നത് നമ്മൾ എൽഡർലി ഏജ് ഗ്രൂപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ നമ്മുടെ എൽഡർലിക്ക് വേണ്ടി ചെയ്യുന്നു അതൊക്കെയാണ് നാളെ നമുക്ക് തിരിച്ചു കിട്ടാൻ. അപ്പം ഇത് നമ്മുടെ ഒരു NPHC പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എൽഡർലി കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടോ വരേണ്ട ഒരു മാറ്റമല്ല. ഇത് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലും നമ്മുടെ ജീവിതത്തിലും നമ്മളിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ്. നമ്മുടെ എൽഡേഴ്സിനോടുള്ള ബഹുമാനവും അതുപോലെ തന്നെ അവരോടുള്ള കെയറും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ PHCയിലൊക്കെ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ വരുന്നത് അവര് ചികിത്സയ്ക്കോ മരുന്നിനോ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളോടൊരു വാക്ക് സംസാരിക്കാനും നമ്മൾ അച്ഛാന്നോ അമ്മാന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു വിളി കേൾക്കാനും ഒക്കെ കൂടി വേണ്ടി മാത്രമാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോ ഒരു നല്ല ഒരു ആർദ്രതയുള്ള ഒരു നോട്ടവും ഒരു സ്പർശനവും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ എൽഡർലി കെയർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമസ്കാരം. പറഞ്ഞോളൂ. പിന്നെ അതിനകത്ത് സംശയങ്ങള് ഒക്കെ അതിലേക്ക് വരുന്നുണ്ടതിന് മുമ്പ് ഞങ്ങള് ഒരു എന്താ പറയാ ഇമ വെട്ടാതെ അങ്ങയുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അതില് എനിക്ക് ശ്രദ്ധേയമായത്, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സംഘാടകൻ എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഒരു നല്ല അധ്യാപകനായി അങ്ങയെ കാണുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ചരിത്രം കുറച്ച് പുറയിലേക്ക് പോയി കഴിഞ്ഞാല് ഈ വിദ്യാഭ്യാസ കാലയളവിന്റെ മുമ്പ് തന്നെ അങ്ങ് നല്ലൊരു ട്യൂഷൻ അധ്യാപകനായി ഇരുന്നു എന്നാണ് എനിക്കൊരു സംശയം. കാരണം ഫിസിക്സ് ബയോളജി നന്നായിട്ട് എടുക്കുന്ന ആളായിരുന്നു എന്ന് എന്റെ ഒരു പരിചയമുള്ള ഒരു കുട്ടി തന്നെ പറയുകയും ചെയ്തു. വിപിൻ സാറിന്റെ ട്യൂഷൻ അദ്ദേഹം ഒരു ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ആ അധ്യാപന മികവ് പിന്നെ ശരിക്കും ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ എന്തായാലും വളരെ അഭിനന്ദനം. തീർച്ചയായിട്ടും ഇതുപോലെ അങ്ങയുടെ ക്ലാസ്സുകൾ ഉണ്ടാവണം. എല്ലാവിധ ഭാവങ്ങളും. നന്ദി. സാബുജി, താങ്ക് യു. കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. ശരി, ഓക്കെ, താങ്ക് യു സാർ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. ഹലോ,
പറഞ്ഞോളൂ. സാർ, ഇതിനകത്ത് ഈ വാണ്ടറിങ് പീപ്പിളിനെ പറ്റി സാർ ഒരു ഇത് വന്നിട്ടില്ല. നമുക്കിപ്പോ ശരിക്കും കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രായമായ ആൾക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അപ്പൊ അവർക്ക് ശരിക്കും നമ്മളൊരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഐസൊലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതേപോലെ എന്ത് സർവീസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടും ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ വയോജന ആക്ട് ഉണ്ടായപ്പോഴും പക്ഷെ ഈ ഒരു പോയിന്റ് അതിനകത്ത് മിസ് ചെയ്തു പോയൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രധാന ആശുപത്രികളിലൊക്കെ തന്നെ ഡിസ്റ്റിറ്റ്യൂട്ട് വാർഡ് വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. പല ആശുപത്രികളിലും ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലൊക്കെ നമുക്ക് വാർഡ് 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്റ്റിറ്റ്യൂട്ട് വാർഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവരെ ആര് കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊക്കെയുള്ള ഒരു വലിയ വിഷയമാണ്. പലപ്പോഴും പോലീസാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പല NGOs ആണ് ഇവരെ കൊണ്ടുവരുന്നത്. അതിനൊരു സിസ്റ്റം സർക്കാർ തലത്തിൽ നിലവിലില്ല എന്നുള്ളത് ഒരു പറഞ്ഞ കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ഈ നമ്മുടെ എൽഡർലി കെയർ ആക്ട് അമെന്റ്മെന്റ് വരുന്നുണ്ട്. അമെന്റ്മെന്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് കൂടെ അതിന്റെ ആഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളൊരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നതായിരിക്കും. സാർ ഒന്നുകൂടെ ചോദിച്ചത് സാർ, ഈ വാണ്ടറിങ് പീപ്പിളിന്റെ കാര്യമല്ല, നിലവിൽ നമുക്ക് അവർക്ക് എന്താ ചെയ്യാൻ കഴിയും? ഞങ്ങള് പിന്നെ വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിച്ചു, പഞ്ചായത്തുമായിട്ട് സംസാരിച്ചു. അത് ശരിക്കും ഒരു പറഞ്ഞാൽ ഒരു ഹെൽത്ത് ഇഷ്യൂവും കൂടാണത്. കാരണം എന്താ വെച്ചാൽ ആള് ഇപ്പൊ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ അദ്ദേഹം പല കടകള് പല വീടുകളിലൊക്കെ കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. ആൾക്കാർ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇവരെ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും സെക്യൂർ ആയിട്ട് നമുക്ക് ഇവരെ മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിൽ എന്തെങ്കിലും ഉണ്ടോ? അതിന് നമ്മൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഏതെങ്കിലും ഈ ഓൾഡ് ഏജ് ഹോമുകളോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഇവർക്ക് ഈ ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുള്ളതാണ്, മക്കളുണ്ട്, പക്ഷെ അവരെ ഏറ്റെടുക്കുന്നില്ല. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇതിന്റെ കെയർ വരുന്നത്. ശരിക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ ഹെൽത്തിന്റെ ഇഷ്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഒരുപാട് മന്ദിരങ്ങൾ ഉണ്ട്. അതിൽ ഏതിലൊക്കെ വാണ്ടറിങ് ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ എന്റെ കൺസേൺഡ് ആൾക്കാരെ വിളിച്ചിട്ട് ഇതിന്റെ PPT ഞാൻ അയച്ചു തരുമ്പോൾ ആ ഡീറ്റെയിൽസും കൂടെ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ഓക്കെ. ഹലോ സാർ. ഹലോ, പറഞ്ഞോളൂ. ഉമ്മന്നൂർ എന്നാണ് വിളിക്കുന്നത്. FH ഉമ്മന്നൂർ മെഡിക്കൽ ഓഫീസർ. നമ്മുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്ന സ്കീംസ് എന്തൊക്കെയാ എൽഡർലിക്ക്? ഗവൺമെന്റ് സ്കീംസ് എന്ന് പറഞ്ഞാല് ഒന്ന് ഇൻഷുറൻസ്, രണ്ട് രീതിയിലാണ്. ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് കാസ്റ്റിന്റെ ഇൻഷുറൻസ് എൽഡർലി ഏജ് ഗ്രൂപ്പിന് കിട്ടുന്നുണ്ട്. അത് പക്ഷെ പൈസ അല്ല, അസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അല്ലാതെ എൽഡർലി ആൾക്കാർക്ക് പിന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിന്റെ കുറെ പൈസകൾ അവരുടെ പെൻഷൻസ് എന്നുള്ള രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാതെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ഫോർ പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു DHS വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് ഉണ്ട്, SMAP എന്ന് പറയും. അപ്പൊ നമുക്ക് ചെറിയൊരു അഡ്മിഷൻ വേണ്ടി വരുന്ന ഒരു ചെറിയൊരു അസുഖം തൊട്ട് ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി ക്യാൻസർ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുമല്ലാതെ നമ്മുടെ നോൺ പ്ലാൻ ഫണ്ട് വഴി എല്ലാ വർഷവും ക്യാൻസർ പേഷ്യൻസിനും ലെപ്രസി പേഷ്യൻസിനും TB പേഷ്യൻസിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇത്രയൊക്കെയാണ് നമുക്കുള്ള ഫിനാൻസ് സ്കീംസ് ആയിട്ട് വരുന്നത്. ശരി, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. ഹലോ സാർ, കേൾക്കാവോ? ഹലോ, കേൾക്കാം, പറഞ്ഞു. സാറേ, ഡയബറ്റിക് ഫുഡ് കെയറിന്റെ ഭാഗമായിട്ട് പോഡിയാട്രി സെന്റേഴ്സ് നമ്മള് പോഡിയാട്രി ട്രെയിനിങ് നമ്മുടെ NCD കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ എല്ലാ ജില്ലകളിലും പോഡിയാട്രി, ഇത് എവിടുന്നാ വിളിക്കുന്നത്? ഏത് ജില്ലയാണ് സാറേ? ഇത് മലപ്പുറം ജില്ലയാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഡയബറ്റിക് ഫുഡ് ട്രെയിനിങ് നമ്മള് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സ്റ്റാഫ് നഴ്സസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാ വർഷവും നമ്മൾ പിന്നെ പോഡിയാട്രി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ബയോതീസിയോമീറ്റേഴ്സ്, അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് ഡോപ്ലേഴ്സ്, പിന്നെ നമ്മുടെ മോണോഫിലമെന്റ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് കൂടുതലും ജില്ലാ ആശുപത്രികൾക്കും താലൂക്ക് ആശുപത്രികൾക്കാണ് ഈ ഫണ്ട് ലഭിക്കുന്നത്. PHC CHCക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പോഡിയാട്രി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ DMO അയച്ചു തരാമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ തരുന്നതായിരിക്കും.
ഈ താലൂക്ക് ഹോസ്പിറ്റൽ ലെവലിൽ പഠിത്തം ഇംപ്ലിമെന്റ് ആവും കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പല താലൂക്ക് ആശുപത്രിയിലും നമുക്ക് പോഡിയാട്രി യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കായംകുളത്ത് പോയി കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ പ്രോഗ്രാം പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ എല്ലാ വർഷവും നമ്മൾ ഒരു 10-20 പുതിയ സെന്റേഴ്സ് വെച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ചാറ്റിൽ വന്നൊരു ചോദ്യമാണ് സാറ്, ഓൾഡ് ഏജ് കിട്ടാൻ ഏജ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത ഒരു ഓർഡർ വന്നിരുന്നല്ലോ, ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്, റിവൈസ്ഡ് ഓർഡർ ഉണ്ടോ? ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് മഴുവന്നൂർ FHCയിൽ നിന്നാണ്. അല്ല, നമ്മുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് വാലിഡ് ആണോ അല്ല എന്നുള്ള കാര്യം കൺസേൺ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കട്ടെ. കാരണം LIC പല ആവശ്യങ്ങൾക്കാണ് ഓൾഡ് ഏജ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത്. ഇപ്പൊ LICയിൽ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. പല പെൻഷൻ സ്കീമുകൾക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും, പല സ്കീമുകൾക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഏജ് സർട്ടിഫിക്കറ്റിന് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ വാലിഡിറ്റി അവരാണ് നോക്കേണ്ടത്. ഇനി എന്റെ റിവേഴ്സ്ഡ് ഓർഡർ ഉണ്ടോ എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റവന്യൂ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.